നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അവയവദാനം എന്ന മഹത്തായ ആശയത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച നമ്മളില്ലെങ്കിലും നിങ്ങളിലൂടെ ക്യാമ്പയിൻ സമാപിച്ചു. കണ്ണൂർ ഹെൽത്ത് ഡെപ്യൂട്ടി DMO ഡോക്ടർ സച്ചിൻ KC ഉദ്ഘാടനം ചെയ്തു. ദേശീയ അവയവദാന ദിനമായ ഓഗസ്റ്റ് 3 ആരംഭിച്ച് ലോക അവയവദാന ദിനമായ ഓഗസ്റ്റ് 13 അവസാനിച്ച ക്യാമ്പയിൻ അവയവദാനം ജീവിച്ചിരിക്കുന്നവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ദാനമാണെന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകിയത്. ഈ ഒരു ചടങ്ങിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് ശ്രീ കണ്ണൻ എന്നെ വിളിച്ച് ഈ ഒരു ചടങ്ങിന് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണം വളരെയധികം കൊടുക്കേണ്ട രണ്ട് മേഖലകളിൽ ഒന്ന് ആണ് തീർച്ചയായിട്ടും ഈ ഒരു അവയവദാനം എന്നുള്ളത്. കാരണം അവയവദാനം ലഭിക്കാനായി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഓർഗൻ അല്ലെങ്കിൽ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ലഭിക്കാനായി കാത്തിരിക്കുന്ന അനേകം രോഗികൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. എന്നാൽ നമ്മൾക്കെല്ലാം അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു ഓർഗൻ ഡൊണേഷൻ ഒരുപക്ഷെ ലൈവായിട്ടോ ലിവർ പോലെയുള്ള കാര്യങ്ങൾ ലൈവായിട്ടോ ലിവർ ആൻഡ് കിഡ്നി പോലെയുള്ള കാര്യങ്ങൾ ലൈവായിട്ടോ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കേരള ക്ലസ്റ്റർ CEO നിരൂപ് മുണ്ടയാടൻ മൃതസഞ്ജീവനി അവയവദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് തുടക്കമിട്ട ക്യാമ്പയിനിന്റെ സമാപന സമ്മേളനം ആശുപത്രിയിലെ പ്രധാന ലോബിയിൽ നടന്നു. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കണ്ണൂർ ഹെൽത്ത് ഡെപ്യൂട്ടി DMO ഡോക്ടർ സച്ചിൻ KC അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. BMH മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ അബ്ദുൽ നാസർ BMH ഓർഗൻ ഡോണർ കാർഡ് ഡോക്ടർ സച്ചിന് കൈമാറി. നമ്മളില്ലെങ്കിലും നിങ്ങളിലൂടെ എന്ന ക്യാമ്പയിനിലൂടെ BMH കണ്ണൂർ ആരോഗ്യരംഗത്തെ തങ്ങളുടെ ഉത്തരവാദിത്വം വീണ്ടും ഉറപ്പിക്കുകയാണ്. ഈ ഓർഗൻ ഡൊണേഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഗസ്റ്റ് 3 അപ്പോൾ ഡോക്ടർ മിഥുൻ സാറിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന സാറാണ് നമ്മളെ ഗൈഡ് ചെയ്തത്. ഇതേമാതിരി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹമാണ് നമ്മളെ പറഞ്ഞത്. അപ്പോൾ സാറ് തന്നെ പറഞ്ഞു, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ നമ്മളിൽ നിന്ന് തുടങ്ങാനായിട്ട് നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ സ്റ്റാഫിനെ ഫസ്റ്റ് ഇതിനകത്ത് എൻറോൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതാദ്യം നമ്മുടെ ബഹുമാനായ CEO നിരൂപ് സാറിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമുള്ളതുകൊണ്ട് ഇന്നിവിടെ സന്നിധാനം പറ്റിയിട്ടില്ല. അപ്പോൾ സാറിൻ്റെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ഞങ്ങൾ നേരെ HR സമീപിച്ചു. റജിൻസും ശ്രുതിയൊക്കെ ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റാഫിനിടയ്ക്ക് ഇത് സർക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ചെറിയൊരു ഹെസിറ്റേഷൻ പോലും ഇല്ലാണ്ട് എല്ലാവരും ഇതിനോട് ഒറ്റ മനസ്സായിട്ട് സഹകരിച്ചു. ഫസ്റ്റ് ഡേയിൽ തന്നെ 70-ൽ പരം എൻറോൾമെന്റ്സ് നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന 300-ന് മുകളിൽ എൻറോൾമെന്റ്സ് BMH കണ്ണൂരിൽ നിന്നും 100-ന് മുകളിൽ എൻറോൾമെന്റ്സ് നമ്മുടെ സഹോദര സ്ഥാപനമായ BMH പയ്യന്നൂരിൽ നിന്നും ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ അവരോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു. ഈ ഉദ്യമം അവയവദാനം ഒരു സാമൂഹ്യ പ്രവർത്തനമായി വളർത്താൻ വലിയ സംഭാവന നൽകുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് BMH മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ അബ്ദുൽ നാസർ പറഞ്ഞു. അവയവദാനത്തിനുള്ള കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കിക്കൊണ്ട് AGM മനോജ് GM ക്യാമ്പയിൻ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് വ്യക്തമാക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും നടത്തിയ ബോധവൽക്കരണ ക്ലാസുകളിലൂടെ ക്യാമ്പയിൻ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അതിന്റെ സന്ദേശം എത്തിച്ചു. കൂടാതെ കണ്ണൂർ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ 400-ലധികം ജീവനക്കാർ മൃതസഞ്ജീവനി അവയവദാന പദ്ധതിയിൽ ഇതിനോടകം രജിസ്റ്റർ ചെയ്തു. ഇത് ഈ മഹത്തായ ലക്ഷ്യത്തോടുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു. ചടങ്ങിൽ BMH മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ അബ്ദുൽ നാസർ, AGM മനോജ് GM, ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ, സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സന്തോഷ് C ഗുഡമണി, കാർഡിയോളജി വിഭാഗം ചീഫ് ഡോക്ടർ ദീപക് രാജു, നെഫ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മിഥുൻ രമേശ്, ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീമതി മഞ്ജു ജോസഫ്, സീനിയർ ഓപ്പറേഷൻസ് മാനേജർമാരായ DRP ഉണ്ണിത്താൻ, ജഗതി ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.